സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. നമ്മൾ ഓണ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഓണത്തെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യമായി എല്ലാവർക്കും ഓണ ആശംസകൾ നേരുകയാണ്. ഓണത്തിന് ഒരു ചരിത്രമുണ്ട്, ഓണത്തിനൊരു ഭാവിയെപ്പറ്റിയുള്ള സൂചനയുണ്ട്, ഓണത്തിന് വർത്തമാനകാലത്തിൻ്റെ ഒരു വ്യാഖ്യാനവുമുണ്ട്. ഓണത്തിൻ്റെ ചരിത്രം നമ്മളൊക്കെ അറിയുന്ന പോലെ മാവേലി നാട് ഭരിച്ചിരുന്ന കാലത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും ക്ഷേമമായിരുന്നു, ഐശ്വര്യമായിരുന്നു. കള്ളമില്ല, ചതിയില്ല, പുള്ളിവചനമില്ല, സാമ്പത്തിക പ്രയാസമില്ല. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലും സുഭിക്ഷതയിലും ജീവിച്ചിരുന്ന കാലമാണ്. ആ ഒരു ഓർമ്മയാണ് ഓണം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തത്, ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു സ്വപ്നത്തിൻ്റെ ഓർമ്മയാണ് ഓണം കൊണ്ടുവരിക. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. കള്ളമുണ്ട്, ചതിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഇല്ലായ്മയുണ്ട്, കലഹങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത, വീണ്ടും മാവേലിയുടെ കാലത്തേതുപോലെയുള്ള ഒരു സുഭിക്ഷമായ സ്നേഹസമൂഹമാക്കി നാട് മാറണമെന്നുള്ള ഒരു സ്വപ്നം കൂടി ഓണത്തോടു കൂടിയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, ഇന്ന് ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെ പോകുന്നു എന്ന ഒരു വിശകലനവും ആവശ്യമാണ്. ഇന്ന് നമ്മളുടെ കാര്യം ഓണാഘോഷമൊക്കെ അതിഗംഭീരമാണ്. 10 ദിവസം മുമ്പേ ആഘോഷങ്ങൾ തുടങ്ങുന്നുണ്ട്, ഭയങ്കരമായിട്ട് പണം ചെലവഴിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കച്ചവട സീസണാണ്. ഒന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവനെ പോലും വിളിച്ചിറക്കി കടം വാങ്ങി ലോൺ എടുപ്പിച്ച സാധനങ്ങൾ വാങ്ങുന്നൊരു കാര്യമാണ്. അപ്പം ഞാനതിന് എതിരൊന്നുമല്ല. ബിസിനസ്സുകാരെ സംബന്ധിച്ച് കച്ചവടം നടക്കണം, സെയിൽസ് ഉണ്ടാകണം. കച്ചവടം ഉണ്ടായെങ്കിലേ വീണ്ടും ഉൽപ്പാദനം നടത്താൻ പറ്റൂ, ആളുകൾക്ക് ജോലി കിട്ടും. അപ്പോൾ അത് ബിസിനസ്സുപരമായിട്ട് ചിന്തിച്ചാൽ ശരിയാണ്. പക്ഷേ ഓണത്തിന് എന്തെങ്കിലും കടം വാങ്ങിക്കൂട്ടണമെന്നുള്ള ഒരു അമിതമായൊരു വ്യഗ്രത ഈ പരസ്യങ്ങളിലൂടെയൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അനേക വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ കൂടുതൽ കടക്കണിയിലേക്ക് പോകാനൊക്കെ ഓണ ആഘോഷത്തോടനുബന്ധിച്ചുള്ള കച്ചവടങ്ങളും മറ്റും കാരണമാകുന്നുണ്ടെന്ന് ഞാൻ പറയാം. അതിനൊക്കെ പ്രധാനം, മാവേലിയുടെ കാലത്ത് കള്ളമില്ല, ചതിയില്ല, പൊള്ളിവചനമില്ല. ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. എന്ന ശക്തമായ ഗവൺമെൻറ്റുകളൊക്കെ നമുക്കുണ്ട്. എന്നിട്ടും എന്തെല്ലാം അക്രമങ്ങളും അനീതികളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ എവിടെയുള്ള ആളുകൾക്കും സിനിമയ്ക്ക് കഥയുണ്ടാക്കാൻ ക്ഷാമമുണ്ടെങ്കിൽ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ചില കേസുകളെടുത്ത് സിനിമയാക്കാം. കൊലപാതക കേസുകളുണ്ട്, വ്യഭിചാര കേസുകളുണ്ട്, സാമ്പത്തിക തട്ടിപ്പ് കേസുകളുണ്ട്. അങ്ങനെ ഏത് തരത്തിൽപ്പെട്ട കഥയുണ്ടാക്കാനും പറ്റിയ സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആർക്കെങ്കിലും സിനിമാ കഥ വേണമെങ്കിൽ കേരളത്തിൽ വന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു കേസെടുത്ത് സിനിമയാക്കാൻ പറ്റും. അത്രമാത്രം വൈവിധ്യമാർന്ന തരത്തിലുള്ള ക്രൈം, അക്രമങ്ങൾ നടക്കുക, അനീതി, കള്ളത്തരം, പുള്ളിവചനം എല്ലാം കേരളത്തിൽ നടക്കുക. അപ്പോൾ ഇതിലൊന്നും ഒരു കുറവല്ല, ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണം മയക്കുമരുന്ന്, അത് അവസാനിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് വളരെയധികം ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എക്സൈസ് ശ്രമിക്കുന്നുണ്ട്, പോലീസ് ശ്രമിക്കുന്നുണ്ട്, ഒത്തിരി പേരെ പിടിക്കുന്നുണ്ട്. പക്ഷേ എവിടെ കുറവ് വരുന്നത്? എവിടെയും കുറവ് വരുന്നില്ല, കൂടുകയാണ്. അക്രമങ്ങൾ നോക്കിക്കുക, നിസ്സാര കാര്യത്തിന് പോലും അടിപിടിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് കത്തിക്കൂത്ത, കൊല്ലുക. ഈ അവസ്ഥയിലേക്ക് ആർക്കും നിയമത്തെ പേടിയില്ല, ജയിലിൽ കിടക്കാൻ പേടിയില്ല, ചാകാൻ പേടിയില്ല, മറ്റുള്ളവരെ കൊല്ലാൻ പേടിയില്ല, എല്ലാം തല്ലി തകർക്കാൻ പേടിയില്ല. ഒരു സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മനുഷ്യർ തമ്മിൽ ഐക്യം വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇന്ന് ആളുകൾ തമ്മിൽ ഭിന്നതയാണ് കൂടുതൽ. ഞാനവിടെ വായിച്ച ഒരു വാചകമുണ്ട്. നമ്മളെ തമ്മിൽ അടുപ്പിക്കുന്ന കണ്ണികളാണ് നമ്മളെ തമ്മിൽ അകറ്റുന്ന കണ്ണികളേക്കാൾ ശക്തം എന്നാണ് ആ വാചകം. സത്യം പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ഇന്ന് തമ്മിൽ തല്ലിക്കുന്ന അകറ്റുന്ന കണ്ണികളാണ് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്.
ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒരുപാട് കാരണങ്ങൾ പേരിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും സാമ്പത്തിക തട്ടിപ്പും മയക്കുമരുന്നും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്, സർക്കാർ തലത്തിൽ ആഘോഷം നടത്തുന്നുണ്ട്, ഇഷ്ടംപോലെ പണം ചെലവാക്കുന്നുണ്ട്, വീട്ടിൽ വലിയ സദ്യ ഒരുക്കുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആഘോഷമുണ്ട്, എല്ലായിടത്തും ആഘോഷമുണ്ട്, സദ്യയുണ്ട്, പണച്ചെലവുണ്ട്. പക്ഷേ മനുഷ്യനെ ഒന്ന് ഹൃദയം കൊണ്ട് അടുപ്പിക്കാൻ പറ്റുന്നില്ല. ഹൃദയങ്ങൾ അകന്നു പോവുകയാണ്. എന്തുമാത്രം അകൽച്ച ഇന്ന് കേരളത്തിലെ ആളുകൾ തമ്മിൽ പലതിൻ്റെ പേരിലുള്ളത്. അപ്പോൾ ഈ അകൽച്ച നിലനിർത്തിക്കൊണ്ട് ഒരു ആചാരം അനുഷ്ഠാനം എന്ന നിലയ്ക്ക് നമ്മൾ ഈ ഓണം ആഘോഷിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓണാഘോഷത്തിന് ഒരു ആത്മീയ വശവുമുണ്ട്, ഒരാഘോഷത്തിൻ്റെ വശവുമുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഓണത്തിന് ഒരു ആത്മീയ ആഘോഷം കൂടിയാണ്. പിന്നെ മറ്റ് മതവിഭാഗങ്ങളെ സംബന്ധിച്ച് ഓണത്തിൻ്റെ ആത്മീയ വശം അവർ പരിഗണിക്കുന്നില്ല. അവർ ഓണത്തിൻ്റെ ആ ആഘോഷം, മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആഘോഷം, അത് മാത്രമേ അവർ പരിഗണിക്കുന്നുള്ളൂ. ആഘോഷം മാത്രമാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് മറ്റ് മതവിഭാഗങ്ങൾക്കിടയിൽ ഓണം വേണോ വേണ്ടയോ, ആഘോഷിക്കണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് ഒത്തിരി തർക്കങ്ങളും വഴക്കുകളൊന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു നാട്ടിൻ്റെ ആഘോഷമാണ്, അതിൻ്റെ ആ ആഘോഷത്തിൽ ഭൗതികമായിട്ട് നമ്മളങ്ങ് പങ്കുചേരുന്നു എന്നത് കവിഞ്ഞ് അതിൻ്റെ പേരിൽ നമ്മളൊരു ദൈവത്തെയും ആരാധിക്കാൻ പോകുന്നില്ല, വണങ്ങാൻ പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ വിഷയത്തെപ്പറ്റി ഒരുപാട് നമ്മൾ തർക്കിക്കാതെ ഇരിക്കാതിരിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രായോഗിക വശം മനസ്സിലാക്കി നാടിൻ്റെ ആഘോഷമാണ്, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, അതിനോട് നമ്മൾ മാനസികമായിട്ട് പങ്കുചേരുന്നു. എല്ലാ വീട്ടിലും ആഘോഷമുള്ള എൻ്റെ വീട്ടിലൊരു ആഘോഷം, എല്ലാ വീട്ടിലും കുട്ടികൾ ആഘോഷിക്കും, എൻ്റെ മക്കൾക്ക് ഒരു ആഘോഷം, എല്ലാവരും എന്തെങ്കിലും വാങ്ങിക്കൂട്ടും, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക, സമൂഹത്തിൻ്റെ പൊതു ഫീലിങ്ങിനോടൊന്ന് പങ്കുചേരുക. അതിനേക്കാൾ ഉപരി പ്രത്യേക അർത്ഥമൊന്നും ഓണത്തിന് നമ്മളാരും കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒത്തിരി തർക്കിക്കാനും വെള്ളം വെക്കാനും ഒക്കെ പോകാതിരിക്കാം. എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം, നമ്മൾ മാവേലിയെ രാജാവായിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എണ്ണമറ്റ രാജാക്കന്മാരുണ്ട്. രാജാവെന്ന് വെച്ചാൽ അധികാരമുള്ളയാൾ, ഭരണം നടത്തുന്ന ആൾ, അതാണ് രാജാവ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയാ രാജാക്കന്മാരുള്ളത്? ഉദാഹരണം പറഞ്ഞാൽ ഓരോ കുടുംബത്തിലും ഒരു രാജാവുണ്ട്, കുടുംബനാഥൻ. ഓരോ സ്ഥാപനത്തിലും ഒരു രാജാവുണ്ട്, അവിടുത്തെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ. ഒരു ഇടവപ്പള്ളിക്ക് ഒരു രാജാവുണ്ട്, അടുത്ത വികാരിയച്ഛൻ. ഒരു രൂപതയ്ക്കൊരു രാജാവുണ്ട്, അടുത്ത പിതാവ്. അങ്ങനെ ഏത് പ്രസ്ഥാനമെടുത്താലും, കുടുംബം തുടങ്ങി ഏത് പ്രസ്ഥാനമെടുത്താലും അതിനെല്ലാം ഒരു അധിപനുണ്ട്. ആ അധിപൻ അവിടുത്തെ രാജാവാണ്. അപ്പോൾ ആ രാജാവിൻ്റെ ഭരണരീതി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന പ്രജകളുടെ ക്ഷേമം കൂടുകയും കുറയുകയും ചെയ്യും. ഒരു കുടുംബനാഥൻ്റെ കുടുംബം നടത്തുന്ന രീതി അനുസരിച്ച് കുടുംബാംഗങ്ങളുടെ ക്ഷേമം കൂടുകയോ കുറയുകയോ ചെയ്യാം. എത്രയോ ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലിക്കൊല്ലുന്നു, എത്രയോ ഭർത്താക്കന്മാർ ഭാര്യമാരെ മക്കളെയും വീടിൻ്റെ പുറത്താക്കി വാതിലടച്ച് കുറ്റിയിടുന്നു, എത്രയോ ഭാര്യമാർ വീടിൻ്റെ മുറ്റത്ത് രാത്രി മുഴുവൻ കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഭാര്യമാരും ഉണ്ടാകാം. എത്രയോ മക്കൾ മാതാപിതാക്കളെ തല്ലുന്നു, കൊല്ലുന്നു, പട്ടിണി കിടന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, അവിടെ മകനാ രാജാവ്. എത്രയോ മരുമക്കൾ മാതാപിതാക്കളോട് ക്രൂരമായി പെരുമാറുന്നു, അവിടെ ആ മരുമകളാ രാജാവ്. എത്രയോ സ്ഥാപനങ്ങളിൽ അധികാരത്തിലിരിക്കുന്നവരെ മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നു, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാതിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വീടും സ്ഥാപനവും ഇടവകയും പ്രസ്ഥാനവും ഗവൺമെൻറ് ഓഫീസുകളും ഏതിടത്തും നോക്കിയാലും അവിടെ നല്ല രാജാക്കന്മാരുണ്ട്, തീർച്ചയായിട്ടും ഒത്തിരി നല്ല രാജാക്കന്മാരുണ്ട്. അതുകൊണ്ട് അവരുടെ കീഴിലുള്ള പ്രജകൾക്ക് സൗഖ്യവുമുണ്ട്. എന്നാൽ ഒത്തിരി അധാർമികത കാണിക്കുന്ന പ്രജകളുടെ ക്ഷേമം നോക്കാത്ത രാജാക്കന്മാരും ഉണ്ട്, കുടുംബനാഥൻ മുതൽ മുകളിലേക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളൊക്കെ ചെറിയ രാജാക്കന്മാരാണെന്ന് തിരിച്ചറിയാം. എന്നെ ആശ്രയിച്ചാണ് എൻ്റെ പ്രജകളുടെ ക്ഷേമമെന്നൊന്ന് മനസ്സിലാക്കുക.
നിസ്സാര ഒരു ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ ബസ് ഓടിക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് ബസ്സിലിരിക്കുന്നവരുടെ ക്ഷേമം കൂടുകയും കുറയുകയും ചെയ്യും. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോ ഓടിക്കുന്നതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ആ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നവരുടെ ക്ഷേമം കൂടുകയും കുറയുകയും ചെയ്യും. ഒരു ഇടവയിലിരിക്കുന്ന വികാരിയച്ഛൻ്റെ പെരുമാറ്റ രീതി അനുസരിച്ച് ആ ഇടവക്കാരുടെ ക്ഷേമം കൂടുകയോ കുറയുകയോ ചെയ്യും. ഓരോ സ്കൂളിലോ കോളേജിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലിരിക്കുന്ന അധികാരിയുടെ ഭരണരീതി അനുസരിച്ച് അതിൻ്റെ കീഴിലുള്ള എല്ലാവരുടെയും ക്ഷേമം കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരെയും ആശ്രയിച്ച് വേറെ ഒത്തിരി പേരുടെ ക്ഷേമം നിലകൊള്ളുന്നു. ആ ക്ഷേമം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനും ഒരു ചെറിയ രാജാവാണ്. എൻ്റെ കീഴിലും പ്രജകളുണ്ട്. അപ്പോൾ ഈ മാവേലിയെ വാഴ്ത്തിപ്പാടുന്ന ഞാൻ എൻ്റെ പ്രജകൾക്ക് ക്ഷേമം കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ സ്ഥാപനത്തിലുള്ളവർക്ക്, എൻ്റെ ഇടവകക്ക്, എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ ക്ഷേമമുണ്ടാക്കി കൊടുക്കാൻ എന്നെ പറ്റുന്നത് ഞാൻ ചെയ്യണം. ഈ ഒരു കാഴ്ചപ്പാടും കൂടി നമുക്കൊന്നുണ്ടാകണം. ഒരു കാഴ്ചപ്പാടും കൂടി ഉണ്ടെങ്കിൽ ഓണാഘോഷം കുറേ അർത്ഥപൂർണ്ണമാകും. ഇല്ലെങ്കിൽ കുറേ പൈസ ചിലവഴിച്ചു, എന്തൊക്കെയോ കാണിച്ച്, കുറേ ടൂറ് പോയി, കുറേ സാധനം വാങ്ങിക്കൂട്ടി, കുറേ ഓണക്കല്ല് നടത്തി, അതിനിടയ്ക്ക് കുറേ മദ്യപിച്ച്, കുറേ മയക്കുമരുന്ന് വിറ്റു, കുറേ കള്ള് കുടിച്ചു, കുറേ തല്ലുണ്ടാക്കി, കുറേ വഴക്കുണ്ടാക്കി, കുറേ കൊലപാതകം നടത്തി, അവിടെ ഇവിടെയും പോയി അപകടത്തിൽ ചെന്ന് മരിക്കുന്നു. അവസാനം എന്താ ഉള്ളത്? സങ്കടം മാത്രം. ഓണാഘോഷം കഴിയുമ്പോൾ സങ്കടം മാത്രം. അങ്ങനെ ഉണ്ടാകരുത്. അത് നമ്മളെല്ലാവരും ചെറിയ ചെറിയ രാജാക്കന്മാരെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ കീഴിലുള്ള പ്രജകൾക്ക് നമ്മൾ പരമാവധി ക്ഷേമമുണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ തരാനായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ ഓണക്കാലത്തും തുടർന്നുള്ള നാളുകളിലും നിങ്ങളുടെ കീഴിലുള്ളവർക്ക് പരമാവധി ക്ഷേമം ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിൽ നിങ്ങൾ പെരുമാറണം. വീട്ടിലും സ്ഥാപനത്തിലുമൊക്കെ ആ വിധത്തിൽ പെരുമാറണമെന്ന് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.